കേരളത്തിലെ DYFI യൂത്ത് കോൺഗ്രസും എല്ലാവരും പോയി പിള്ളേരെല്ലാം പോയി ഈ പടം കാണണം. കാരണം മേജർ രവി പോലെ വിവരം കേട്ട ഒരുത്തം പറഞ്ഞതിന് മറുപടി കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു. അത് വലിയ വിജയമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. മലയാളി അത്ര മണ്ടനൊന്നുമല്ല. രാജ്യത്തിന് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയിച്ച തുടക്കം എന്ന് പറയുന്ന മൂവി നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. പ്രധാനമായിട്ടും അതിൻ്റെ ക്ലൈമാക്സിൽ കുറച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം വിസ്മയ ഒരു മാർഷൽ ആർട്സ് പഠിച്ചൊരു കുട്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, പണ്ട് തൊട്ടേ അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു സംഭവം ഉണ്ടല്ലോ, കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ജൂഡ് ആൻ്റണി. അതിനെന്തായാലും പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് കിടലുമാണ്. ഇത് നിങ്ങൾ OTT വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. OTT വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. തിയേറ്ററിൽ തന്നെ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു മൂവിയാണ്, ഫാമിലി ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് വലിയ കുറവോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ്മയ ഡൽഹി പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ പോസ്റ്റ് കുറേ ആൾക്കാർക്ക് പിടിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയുടെ സിനിമ വരെ തകർക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ബോഡി ഷേമിങ് ചെയ്യുന്നു, പിന്നെ ഈ സിനിമ കാണത്തില്ല, അത് ബഹിഷ്കരിക്കണം എന്നും പറഞ്ഞിട്ട് ക്യാമ്പയിൻ തുടങ്ങുന്നു. അങ്ങനെ പല പല പരിപാടികളും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നിനക്കൊക്കെ നല്ല രീതിയിൽ കിട്ടിയല്ലേ, നല്ല രീതിയിൽ ആ പടം മുന്നോട്ട് ഓടുന്നുണ്ട്. ഇനിയും അത് ഓടട്ടെ, പറ്റുവാണെങ്കിൽ 100 കോടി അടിക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒന്ന് ആലോചിക്കണം, ഒരു വ്യക്തിക്ക് നമ്മുടെ നാട്ടിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. അത് അതിൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അതിനകത്തോട്ട് യോജിക്കാൻ പറ്റില്ലെങ്കിൽ ഓക്കെ. പക്ഷെ എന്നും പറഞ്ഞിട്ട് അതിന് ബോഡി ഷേമിങ് ചെയ്യുക, അതിനെ കളിയാക്കുക, അതിനെന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറയുക. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മോഹൻലാലിൻ്റെ ഫാമിലിയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അവരുടെ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കണം. ഇന്നലെ ആ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫാമിലി, മോഹൻലാൽ ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പ്രണവ് മോഹൻലാലൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എത്ര സാധാരണപ്പെട്ട ആൾക്കാരെ പോലെയാണ് പെരുമാറുന്നത്. അവർക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ ഒരു മഹാനടന എന്നും പറഞ്ഞിട്ട് അവർക്ക് അഹങ്കരിക്കുകയും കാര്യമൊക്കെ ചെയ്യാം. അവർ ഇന്നേ വരെ അത് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ്. കാര്യം ഒരു ജാടയും ഒന്നുമില്ല. ഇങ്ങനെ വേണം സത്യം പറഞ്ഞാൽ ഓരോ ആൾക്കാർ പെരുമാറാനായിട്ട്. അത് മാത്രമല്ല, ഈ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരാളെ എങ്ങും കണ്ടിട്ടില്ല. മേജർ രവി പറയുന്നത്, ഞാൻ കൊച്ചുനാൾ തൊട്ടേ ഞാൻ വിസ്മയെ കണ്ടു വളർന്നതാണ്, വിസ്മയ എന്താണെന്ന് എനിക്കറിയാം, ആ കുട്ടിക്ക് രാഷ്ട്രീയ ബോധമില്ലെന്നറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തിയല്ലേ. എന്താ സിനിമ കാണാൻ വന്നില്ലേ? കൊച്ചുനാൾ തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ലേ. എന്തുകൊണ്ട് സിനിമ കാണാൻ വരുന്നില്ല? കാര്യം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് വളരെ വ്യക്തമായിട്ട് മേജർ രവിക്ക് അറിയാം. എന്തായാലും ശാന്തിവിള ദിനേശൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് മേജർ രവിക്ക്. നമുക്ക് ഒന്ന് കാണാം. അല്ലാതെ മേജർ രവി മോഹൻലാലിന്റെ വേണ്ടപ്പെട്ട ആളൊന്നുമില്ല. അത് വെറും തെറ്റിദ്ധാരണ അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജാണ്. അതൊന്നുമില്ല. അങ്ങനെ ഉള്ളെങ്കിൽ അയാൾ എമ്പുരാൻ സിനിമ കണ്ടിട്ടേ മല്ലികയെ ചെന്ന് കെട്ടിപ്പിടിച്ച് ചേച്ചിക്ക് അഭിമാനിക്കാൻ മോനെക്കുറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രജിത്തിനെയും കയറി കെട്ടിപ്പിടിച്ചിട്ട് പോയിട്ട് വീട്ടിൽ ചെന്നിരുന്ന് പറഞ്ഞത് രാജ്യദ്രോഹ സിനിമയാണിത്. ഒരു ക്യാരക്ടറോളം പറയൂ ഇല്ല. അതുപോലെയാണ് ഇപ്പം. സത്യമാണ്. അതായത് എമ്പുരാൻ പടം ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററിൽ വെച്ച് ആ പടം കണ്ടിട്ട് മകനെ ഓർത്ത് അഭിമാനിക്കാം, ഇത്രയോ കിടിലം പടമാണ്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് തിരുത്തി പറയുന്നത്. അതായത് ഒരു നിലപാടുമില്ലാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന മേജർ രവി എന്ന് ജനങ്ങളത് മനസ്സിലാക്കിയതാണ്. എന്തായാലും നല്ല രീതിയിൽ ശാന്തിയുള്ള ദിനേശം കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചോദിച്ച് മേടിക്കുന്നതാണ്. ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ഈ പുള്ളിക്കാരനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു മേജർ രവി. പക്ഷേ ഈ അടുത്ത് പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടുന്ന കുറച്ച് പരിപാടി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ വിസ്മയ മോഹൻലാലിനെ പറ്റിയിട്ട്. അതായത് ആ കുട്ടിക്ക് ഒരറിവുമില്ലാതെ ഒരു ബോധവുമില്ലാതെ ഇട്ട രീതിയിലുള്ള പോസ്റ്റാണെന്നാണ് ഈ മേജർ രവി വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചത്. ഇവൻ ഏത് പടമാണ് ചെയ്തത്? ആ ഒരു പടം ചെയ്തത് കൊണ്ടാണോ ഇവൻ സംവിധായകൻ? കേരളത്തിലെ 3,60,00,000 പേരല്ലേ ഒരു സിനിമ ചെയ്ത എത്ര പേരുണ്ട്? കേരളത്തിലെ 3,60,000 പേരിൽ 3,60,00,000 പേരിൽ ഒരു പടം ചെയ്തവർ 5,000 പേര് പോലും വരട്ടെ, അതിലൊരാളായി. എന്ന് മാത്രമല്ല, സംവിധാനം ചെയ്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആക്കിയ, തിരക്കഥ എഴുതിയ എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് ആക്കിയ, നിർമ്മിച്ച എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് ആക്കിയ ലാലിനെ ഡയറക്ട് ചെയ്തവനാണ് ഞാൻ. ലാൽ എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനെ ഡയറക്ട് ചെയ്ത ആളാണ്. ഈ പറയുന്ന ചാണക തലയന്മാർക്കൊന്നും ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരെണ്ണം എടുത്ത് കാണിക്കട്ടെ. അത് സത്യമാണ്. ശരിക്കും ശാന്തിവിള ദിനേശൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ടൊന്നും നമുക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷെ ഒന്നുമില്ലെങ്കിലും പൊട്ടിയെങ്കിൽ പോലും അങ്ങേരെ ഒരു പടം ഇറക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേജർ രവിയെക്കാട്ടും നല്ലൊരു വ്യക്തിയാണ്. മേജർ രവി എന്ന് പറയുന്നൊരു വ്യക്തിയെ 10 പേര് അറിയാൻ കാരണം ഈ പറയുന്ന ലാലേട്ടനൊക്കെ തന്നെ. മനസ്സിലായ? കീർത്തിചക്ര പോലൊരു മൂവിയിൽ ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. പുള്ളിയുടെ ആ ഒരു പെർഫോമൻസും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ ഒരു മൂവി ഹിറ്റാവാനുള്ള കാരണം. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ. മേജർ രവി ഇപ്പോഴും വന്ന മടിയാണ് മറക്കുന്നത്. മേജർ രവി ആ ലാലേട്ടൻ്റെ മകളെ തന്നെ വന്നിരുന്നിട്ട് പുച്ഛിക്കുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ,
അതൊന്നും ഒരു ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ എന്തായാലും നിങ്ങളിത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ DYFI, യൂത്ത് കോൺഗ്രസും എല്ലാവരും പോയി, പിള്ളേരെല്ലാം പോയി ഈ പടം കാണണം. കാരണം മേജർ രവി പോലെ വിവരം കേട്ട ഒരുത്തം പറഞ്ഞതിന് മറുപടി കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു. അത് വലിയ വിജയമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. മലയാളി അത്ര മണ്ടനൊന്നുമല്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ മാത്രം അച്ഛൻ്റെ വകയൊന്നുമല്ല. രാജ്യസ്നേഹം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ള രാജ്യസ്നേഹം. മേജറെ പോലെ ഒരു പൊട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് ചുട്ട മറുപടി കൊടുക്കണം മലയാളി, എങ്കിലേ നമ്മൾ മലയാളിയാവും. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. എന്തായാലും മേജർ രവി തീർച്ചയായിട്ടും ഈ ഒരു മൂവി പോയി കാണണം. അത് മേജർ രവി മാത്രമല്ല, തലയിൽ ചാണകം ഇട്ട് കിടക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, നീയൊക്കെ എല്ലാ എണ്ണം പോയി കാണണം. കണ്ടിട്ട് നീയൊക്കെ വന്നിരുന്ന കുറയ്ക്ക്. ഈ പടം എങ്ങാനും ഹിറ്റായ ഒരു എന്താ പറയണ്ട, ഒരു 100 കോടി എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിനക്കൊക്കെ സത്യം പറഞ്ഞാൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടിയായിരിക്കും അത്. എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യ പടമായിട്ടൊന്നും ഫീൽ ചെയ്യത്തൊന്നുമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ആ ഒരു അഭിനയത്തിലും കാര്യത്തിലും എല്ലാം ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ടൈമാണ് അഭിനയിക്കുന്നതെന്ന് ഒരിക്കലും തോന്നത്തില്ല. ഈ പടം നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാലേ അത് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ക്യാമിയോ റോള്, പല ക്യാമിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമിയോ എന്ന് പറയുമ്പം ഇങ്ങനെ വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് മകളെ ആലോചിച്ച് അഭിമാനിക്കാം. അങ്ങനെ ഒരു സാധനമാണ് അതെടുത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും എന്തൊക്കെ ബഹളമായിരുന്നു. നിനക്കൊക്കെ അങ്ങ് സമാധാനമായല്ലേ. ഇനി മേജർ രവി അന്ന് പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി വെച്ച് തരാം. അതിനുശേഷം ശുദ്ധം ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെങ്ങാണ്ട് കുറച്ച് സ്ട്രേ ഡോഗ്സ് എങ്ങാണ്ട് കിടന്ന സമയത്ത് ഈ മറ്റേ ലാലേട്ടൻ്റെ വൈഫാണ് പറഞ്ഞത്. അപ്പം മായ അതിനെ ട്രീറ്റ് ചെയ്യും, മായ അതിന് ആഹാരം കുടിക്കുകയും അതിനെടുക്കുക. ആദ്യം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അതൊക്കെ ഒരു മറ്റേ ഹ്യൂമാനിറ്റിയാണ്, മനസ്സിലായ? അതൊക്കെ ഒരു മനുഷ്യത്വമാണ്. അത് കാര്യം അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ നല്ല വിവരവും അറിവും ബോധമുള്ളവർ തന്നെയാണ്, മനസ്സിലായ? മനുഷ്യസ്നേഹിയും മൃഗസ്നേഹിയുമാണ്. അല്ലാതെ തന്നെ പോലെ ഇത് കണക്ക് നിലപാടില്ലാതെ അവിടെയും ഇവിടെയും വന്ന് ചാടി കളിക്കുന്ന പരിപാടികളൊന്നും അവരാരും ചെയ്യാറില്ല. എമ്പുരാൻ ഇറങ്ങുന്ന സമയത്തും ഇതുപോലെയായിരുന്നു, ഏറിപ്പോയി. ഇനിയിപ്പോൾ അടുത്ത താമസിക്കാതെ ഏറിപ്പോകും. ഇടയ്ക്ക് വെച്ചിട്ട് OG സുനിൽ വന്നിട്ട് പറയുന്നത് കേട്ട് OG സുനിലിൻ്റെ അടുത്ത് എന്തൊക്കെയോ തരികിടകൾ കാണിച്ചു എന്ന്. അപ്പോൾ ആ കുട്ടിയുടെ വികാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിലല്ല. എനിക്ക് കുറച്ച് നാൾ തൊട്ടേ അറിയാം, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, രാഷ്ട്രീയത്തെ പറ്റിയിട്ട് യാതൊരു ബോധവുമില്ല, ഇങ്ങനെയാണ് പറയേണ്ടത്. ഇങ്ങനൊരു നിലപാട് പറയുന്നതിന് രാഷ്ട്രീയത്തെ പറ്റിയിട്ട് വലിയ ബോധമൊന്നും ആവശ്യമൊന്നുമില്ല. ഇത്രയും കോടാനുകോടി ജനങ്ങൾ കണ്ടു ഡൽഹിയിൽ നടന്ന എന്താണ് എന്ന്. മെജോറിറ്റി ആൾക്കാർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കുട്ടികളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ എല്ലാവർക്കും എന്തോ ബോധമില്ലാത്ത ആൾക്കാരാണോ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുക. ഇനി വിസ്മയുടെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിക്കകത്തേക്ക് നല്ല ബോധമുണ്ട്, പറഞ്ഞേക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉറച്ചു നിൽപ്പുണ്ട്. അതുകൊണ്ട് മേജർ രവി എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയക്കാരുടെ കണ്ണിലൊന്നും പെടാതെ ഒളിച്ചും പാത്തും പോയി ആ സിനിമയൊന്ന് കണ്ടോ. ആ സിനിമ ഒന്ന് കണ്ടിട്ട് അതെങ്ങനെയുണ്ടെന്നൊന്ന് പറ. ഇതിപ്പോൾ മേജർ രവിക്ക് മാത്രമല്ല, ഈ പറയുന്ന വിസ്മയെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച എല്ലാത്തിനും നല്ല രീതിയിൽ അണ്ണാക്കിൽ കൊടുക്കുന്ന മറുപടിയാണ് ആ ഒരു സിനിമ. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക. കാര്യം അത്ര കിടിലം മൂവിയാണ്, ഉള്ള കാര്യം പറയാമല്ലോ. ആ പടത്തിൽ വേറെ ഒരു രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിനകത്തില്ല. നല്ല രീതിയിൽ ആ ഒരു പടം ജൂഡ് ആൻ്റണി എടുത്തു വെച്ചിട്ടുണ്ട്. വിസ്മയ്ക്ക് ഓൾറെഡി ടാലൻ്റ് ഉള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എങ്ങനെ ഏതൊക്കെ സമയത്ത് അത് യൂസ് ചെയ്യണമെന്ന് കാണിച്ച ആ ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് ആണ്. അത് മാത്രമല്ല, ആൻ്റണി പെരുമ്പാവൂറിൻ്റെ മകൻ ആശിഷ് പയ്യൻ അടിപൊളിയായിട്ട് അഭിനയിച്ചു കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അവൻ അങ്ങനെയൊക്കെ, അതായത് ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊളിക്കും. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാമിലി ഉണ്ടല്ലോ, ഈ അടുത്തിപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാലും ഈ ലാലേട്ടൻ്റെ ഫാമിലിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വീഡിയോസുകളാണ് കൂടുതലും കാണാനായിട്ട് ശ്രമിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാമിലിയുടെ ആ ഒരു അഹങ്കാരം കാണിച്ചിട്ടല്ലാതെ നല്ല ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറുന്ന ആ ഒരു രീതിയെ പറ്റിയിട്ടാണ് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് അങ്ങനെ വേണം, അല്ലാതെ ഞാനെന്തോ വലിയ സംഭവമാണ്, ഞങ്ങൾ പണ്ട് കുഴികുത്തിയ കഞ്ഞി കൊടുത്തോണ്ടിരുന്നത് എന്ന് പറയുന്ന രീതിയിലൊന്നും അല്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.